നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ. ഇസ്രായേലിൽ നിന്നൊരു യുവാവ് ഒരു ചാറ്റിംഗ് ആപ്പ് വഴി പരസ്പരം സംസാരിക്കാവുന്ന മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാവുന്ന ഒരു ആപ്പുണ്ട്. അതുവഴി ഓസ്ട്രേലിയയിലുള്ള ഒരാളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നത്. ആ ഇസ്രായേലിയായ പയ്യനോട് സംസാരിക്കുന്നത് ഓസ്ട്രേലിയയിലുള്ള ഒരു നേഴ്സായിരുന്നു, ഒരു മെയിൽ നേഴ്സ്. അപ്പം ഇവർ തമ്മിൽ കോൺവെർസേഷൻ തുടങ്ങുന്നതിന് മുമ്പേ എവിടുന്നാണെന്ന് ചോദിക്കുന്നു. അതിനുശേഷം സ്വയം പരിചയപ്പെടുത്തിയതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഡോക്ടറാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് നടന്ന അന്വേഷണത്തിൽ നേഴ്സാണെന്നാണ് സ്ഥിരീകരിച്ചത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്പ് വഴി സംസാരിച്ചത് ഒരു യഹൂദ വംശജനായിട്ടുള്ള ഒരു ഇസ്രായേലി യുവാവും ഓസ്ട്രേലിയയിലുള്ള കുടിയേറ്റക്കാരനായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ഒരു യുവാവും തമ്മിലാണ്. എന്താണ് സംസാരിച്ചതെന്നുള്ളത് ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. You know what? Oh shit. How are you, man? Good, how are you, my man? Pretty good. Are you a nurse? A doctor? I'm a doctor, my man. A doctor? For what? In hospital. What about you? Where you from? I'm from Israel, from the Holy Land. You know what? I'm gonna be really honest with you. All right. I'm gonna be really honest with you. You actually got a really, really beautiful eyes. Thank you, but man. I'm so upset that you're Israeli. Like, eventually you're gonna get killed and you're gonna go to Jahannam, inshallah. But like these pretty eyes, they should stay in this world for longer. Why do you think? Why do you think I'm gonna get killed? It's Palestine's country, not Hello. your country, you piece How are of you? shit. What's your name? One day, One day. your time will come and you will die the most We spread listen to me. peace. Listen to me. And you spread when your death. time comes. How when are your you time doctors? comes, Wait. I want you to remember my face. Okay, so okay. You can understand Gotcha. That you will I have die a question the most though. disgusting death. All right, for sure. I have a question though. Yeah, what's it? I have a question. Let's say an Israeli. I God won't forbid. treat them. I won't treat them. I'll kill them. You'll kill them? So if an Israeli is in Australia and God forbid something happened to him and he comes Not to God your forbid, hospital, I hope to God. would you kill him? You have no idea how many Israeli Khara dog came to this hospital and I sent him to Jahannam. For real? അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ റേസിസം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ വളരെ ഡേഞ്ചറായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ ഇവർ സംസാരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഈ ഇസ്രായേലി യുവാവ് അവരെ പരിചയപ്പെടുന്നു. അതിനുശേഷം നീ എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നു. ഞാൻ ഇസ്രായേലിൽ നിന്നാണെന്ന് പറയുന്നു, ഫ്രം ഹോളി ലാൻഡ് എന്ന് പറയുന്നു. അതിനുശേഷം ആ മുസ്ലിം യുവാവ്, അതായത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള യുവാവ് പറയുന്നു നിൻ്റെ കണ്ണുകൾ കാണാൻ നല്ല അഴകാണ്, നല്ല മനോഹരമായ കണ്ണുകളാണെന്ന് പറയുന്നു. അതിനുശേഷം ബയ്യെ അവന് മറ്റേ വർഗീയതയിലേക്ക് തിരിച്ചു വരുന്നു. വൺ ഡേ ഹമാസ് വിൽ കം, ഇസ്രായേലിലേക്ക് വരും, നിന്നെ കൊന്നുകളയും എന്നുള്ള കാര്യമാണ് അവൻ പറയുന്നത്. അതിനുശേഷം നടന്ന ഒരു സംഭവമാണ് അടുത്തിരുന്ന ഒരു നേഴ്സായിട്ടുള്ള ഒരു ലേഡി അതിലേക്ക് ഇടപെടുന്നു. അങ്ങനെ അവളും സംസാരിക്കുന്ന പച്ചത്തെറിയാണ്, അതവിടെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അവൾ സ്പ്രെഡ് ചെയ്യുന്നത്, അവൻ പറയുന്നുണ്ട് ഇടയ്ക്ക് ഇസ്രായേലി പയ്യൻ പറയുന്നുണ്ട് പീസ് സ്പ്രെഡ് ചെയ്യാൻ നീ ഡെത്തിനെ കുറിച്ച്, ഡെത്താണോ സ്പ്രെഡ് ചെയ്യുന്നത്, നീ സമാധാനത്തെക്കുറിച്ച് പറയുന്ന ആ ഇസ്രായേലി യുവാവ് പറയുന്നുണ്ട്. അതിനുശേഷം സംസാരിച്ചതാണ് ഇവരെ അത്ഭുതപ്പെടുത്തിയത്. കാരണം ഇവർ ഡോക്ടേഴ്സും നേഴ്സുമാരുമാണല്ലോ, അല്ലെങ്കിൽ നേഴ്സുമാരായിരിക്കാം. ഇവർ രോഗികളെ പരിശോധിക്കുന്നവരാണ്. മെഡിക്കൽ എത്തിക്സിൽ ജാതിയോ മതമോ നിറമോ അല്ലെങ്കിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നും നോക്കാതെ അവർ എല്ലാവർക്കും അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ് ഡോക്ടേഴ്സും നേഴ്സസും. അപ്പോൾ നിൻ്റെ അടുത്തേക്ക് വരുന്ന യഹൂദരെ എന്ത് ചെയ്യുന്നപ്പോൾ അവർ വളരെ കൂസലില്ലാതെ പറയുന്നു ഞങ്ങൾ അവരെ കൊന്നുകളയും. അതിനുശേഷം ഡോക്ടറായിട്ടുള്ള ആൾ പറയുന്നത് നമുക്ക് വളരെ ടെൻഷൻ തരുന്ന സംഭവമാണ്, നിനക്കൊന്നും അറിയില്ല എന്നാണ് അവൻ പറയുന്നത്. ഇവിടെ എത്രയോ ഹറ ജൂയിഷ്, അതായത് ഹറ എന്ന് പറഞ്ഞാൽ ഹീബ്രുവിൽ നമ്മൾ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന ഹറ എന്ന് പറയുന്ന ആ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു വേർഡാണ്. അപ്പോൾ ആ വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഹറ ജൂയിഷ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ഞങ്ങൾ അവരെ തട്ടി വിട്ടിട്ടുണ്ടെന്നുള്ള ആ ഒരു കാര്യം അവൻ വെളിപ്പെടുത്തിയത്. എന്തായാലും ഈ വളരെ റേസിസം നിറഞ്ഞ ഈ സംഭാഷണം നടത്തിയത് ഒരു ഇസ്രായേലി പൗരനോടാണ്. തിരിച്ചവിടുന്ന് ഈ ഓസ്ട്രേലിയൻ പൗരൻ എന്ന് പറയുന്ന ആൾ ഓസ്ട്രേലിയക്കാരനൊന്നും അല്ല,
അവൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നും കുടിയേറി വന്ന ഒരു കുടിയേറ്റക്കാരൻ്റെ മകനാണ് എന്നാണ് പറയുന്നത്, അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഡോക്ടറെ നേഴ്സിനെയും ആ സ്ത്രീ എവിടെ നിന്നാണെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അതിനെപ്പറ്റിയുള്ള വാർത്ത നമ്മൾ കണ്ടത് ജെറുസലേം പോസ്റ്റിലാണ്. ഓസ്ട്രേലിയയുടെ ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാന ആരോഗ്യമന്ത്രി റയാൻ പാർക്ക് പറഞ്ഞിരിക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്തു, വിശദമായ അന്വേഷണം നടക്കുന്നു, ഇനി അവർ വെളിച്ചം കാണില്ല, ഈ ഹോസ്പിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കില്ല എന്നാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രശ്നത്തിന്റെ വലിപ്പം എന്തോരം ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പോലും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാന പോലീസിന് ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസും ഇത് എന്ത് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന്, അതായത് അന്വേഷണത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ യഹൂദ വിരുദ്ധ വീഡിയോ ഞാൻ കണ്ടു, ഇത് വിദ്വേഷത്താൽ ചെയ്യപ്പെട്ടതാണ്, ഇത് വെറുപ്പുളവാക്കുന്നതാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അഭിപ്രായങ്ങൾ പറയുന്നത് വളരെ നീചമായ രീതിയിലാണ്, ദൃശ്യങ്ങൾ വേദനിപ്പിക്കുന്നതാണെന്ന്, ലജ്ജാകരവുമാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യക്തമാക്കിയിരിക്കുക. എന്തുകൊണ്ടാണ് ഈ കുടിയേറ്റക്കാരെ ജനം അംഗീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് കുടിയേറ്റക്കാരെ തദ്ദേശീയ ആൾക്കാർ അംഗീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഇവരെ ഓടിക്കുന്നത്? ഇതൊക്കെ കൊണ്ടാണ്. ഇവന്മാരെവിടെ കയറിയാലും, എല്ലാവരും ഒന്നുമല്ല കേട്ടോ, എല്ലാവരും അല്ല, ചില വർഗീയവാദികൾ എവിടെ ചെന്നാലും ആ സ്വഭാവം കാണിക്കുന്നവന്മാരാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ പൗരത്വമൊക്കെ എടുത്ത് അവിടെ സുഖമായിട്ട് അവിടുത്തെ മിനിസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. മതപരമായ വേർതിരിവൊന്നും ഇല്ലാതെ ഒരുപാട് പേര് ഇപ്പോൾ കുടിയേറുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഓസ്ട്രേലിയയിൽ പോയി താമസിക്കുന്നുണ്ട്, നേഴ്സസായി ജോലി ചെയ്യുന്നുണ്ട്. ഇവന്മാരുടെ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെയൊക്കെയാണോ ഇവർ ജോലി ചെയ്യുന്നത്? അതിശയം തന്നെ കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇസ്രായേലിൽ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് അവിടെ ജോലി ചെയ്യുന്നവർക്കറിയാം, നമ്മളൊരു ആശുപത്രിയിൽ ചെന്നാൽ ഇസ്രായേലിൽ അവിടെ കൂടുതലുള്ളത് ഈ അറബ്സായിട്ടുള്ള നേഴ്സുമാരും ഡോക്ടർമാരുമാണ് കൂടുതലും ജോലി ചെയ്യുന്നത്. അത് നമുക്ക് അതറിയാൻ സാധിക്കും, കാരണം അവിടെ ചെല്ലുമ്പോൾ യഹൂദരായിട്ടുള്ള ആൾക്കാരെയൊക്കെ അവർ കെയർ ചെയ്യുന്നത് വലിയ താല്പര്യത്തിലാണ്. എൻ്റെ ഒരു എംപ്ലോയർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പേടിയായിരുന്നു. ഇങ്ങനെ പറയുമായിരുന്നു, കാരണം അത് ഹൈഫ എന്ന് പറയുന്ന സ്ഥലം അറിയാമല്ലോ, ഹൈഫ എന്ന് വെച്ചാൽ അറബ്സിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഹൈഫയിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോയാൽ അവിടെ മൊത്തം അറബ്സാണ്, അത് പേടിയാണ്, അവൻ ഞങ്ങളെ കൊല്ലും എന്ന് പേടി പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഒരു കാഷ്വലായിട്ട് ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ ചില ആളുകളൊക്കെ വളരെ നല്ല രീതിയിൽ കെയർ ചെയ്ത് അവരെ നോക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഡോക്ടേഴ്സൊക്കെ ഉണ്ട്, വലിയ പ്രൊഫസേഴ്സൊക്കെ ഉണ്ട് ഇസ്രായേലിൽ, അറബ്സായിട്ടുള്ള. ഇങ്ങനെയുള്ള ചില പുഴുക്കുത്തുകൾ നല്ലവരെ കൂടെ പറയിപ്പിക്കും.